ഹായ് ഓൾ. നമ്മുടെ മനസ്സിനെ സന്തോഷത്തിലേക്ക് എത്തിക്കാൻ, അതായത് നമ്മളെപ്പോഴും സന്തോഷമായിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതായത് സന്തോഷത്തിലേക്കുള്ള താക്കോലുകൾ. സന്തോഷം തേടേണ്ടതല്ല, വളർത്തേണ്ടതാണ്. സന്തോഷം മനുഷ്യൻ അനന്തമായി തേടുന്ന അനുഭവമാണ്. പക്ഷേ അത് ജീവിതത്തിൽ സിദ്ധീകരിക്കാൻ ഉള്ളതല്ല, വികസിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അതായത് സന്തോഷം 500 മുതൽ 600 വരെയുള്ള ഉയർന്ന ബോധതലങ്ങളിലാണ് അനുഭവപ്പെടുന്നത്. ഈ നിലയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന മനഃശാസ്ത്രപരവും ആത്മീയവുമായ 5 പ്രധാന ഉപാധികൾ നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആദ്യം മുതൽ പതിഞ്ഞു കിടക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്: എന്താണ് ജീവിതത്തിൽ എനിക്ക് വേണ്ടത്? ഇതുവരെ അനേകം പേർ അതിന് പല തരത്തിലുള്ള ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. ചിലർ പറയുന്നു പണം, ചിലർ പറയുന്നു പ്രശസ്തി, മറ്റു ചിലർ ബന്ധങ്ങൾ, ആരോഗ്യം, സ്വാതന്ത്ര്യം, ഇഷ്ടംപോലെ ജീവിക്കാനുള്ള അവകാശം. പക്ഷേ ഈ എല്ലാത്തിനപ്പുറത്ത് നാം അന്വേഷിക്കുന്ന ഒന്നുണ്ട്, അതാണ് സന്തോഷം. സന്തോഷം കേൾക്കാൻ എളുപ്പമാണ്, എഴുതാൻ സുന്ദരമാണ്. എന്നാൽ അതിൻ്റെ സത്ത ആഴത്തിലേക്ക് ചെല്ലുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് ഇതൊരു അനന്തയാത്രയാണെന്ന്. ഇടയ്ക്കിടെ മനുഷ്യൻ തൻ്റെ ജീവിതം നേരത്തെ നിലനിന്നതിൽ നിന്ന് കുറച്ചൊന്ന് വിട്ടുനോക്കി ചിന്തിക്കുമ്പോൾ അവൻ തേടുന്നൊരു വാക്കാണ് സന്തോഷം. ഇത് പണ്ടേയും ഇന്നും മനുഷ്യചിന്തയുടെ ആധാരശിലകളിൽ ഒന്നാണ്. പുരാതന ഗ്രന്ഥങ്ങളിൽ നിന്നും ആധുനിക മാനസിക ശാസ്ത്രത്തിൽ വരെയായി സന്തോഷം എന്നത് ഒരുപാട് തലങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വിസ്മയകരമായ അവസ്ഥയാണ്. എന്നാൽ അതിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ നമ്മൾ വേണമെന്നത് ആഴത്തിലുള്ള അന്തർദൃഷ്ടിയും ഉൾവിവേചനവുമാണ്. ആധുനികതയുടെ ഈ ലോകത്തിൽ നമ്മൾക്ക് നമ്മുടെ ഉള്ളിലെ ശാന്തത നഷ്ടപ്പെടുമ്പോൾ സന്തോഷം നമ്മിൽ നിന്നും പോയി പോകുന്നു. പലരും തെറ്റായ ധാരണയിലാണ് സന്തോഷം നേടാൻ ശ്രമിക്കുന്നത്. അതിനാൽ അവർ പണത്തിലേക്ക് ഓടുന്നു, ഒപ്പം ബന്ധങ്ങളിലേക്കും വിജയത്തിലേക്കും സൗന്ദര്യത്തിലേക്കും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു. പക്ഷേ എല്ലാം ഒടുവിൽ തികഞ്ഞ യാഥാർത്ഥ്യമായി മാറുമ്പോഴും ഉള്ളിൽ അപൂർണതയുടെ കനൽ ക്ഷമിക്കാതെ തുടരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആത്മീയാചാര്യന്മാർ പറഞ്ഞത്: ഹാപ്പിനെസ് ഈസ് നോട്ട് സംതിങ് റെഡിമെയ്ഡ്, ഇറ്റ്സ് കംസ് ഫ്രം യുവർ ഓൺ ആക്ഷൻസ്. മനസ്സിൻ്റെ നിലയല്ലാതെ മറ്റൊന്നുമല്ല സന്തോഷം. മനസ്സിൻ്റെ ആന്തരിക നിലയെ ആശ്രയിച്ചാണ് സന്തോഷമുണ്ടാകുന്നത്. മനസ്സ് വിനീതമായ, കൃതജ്ഞതയുള്ള, ക്ഷമയുള്ള, പ്രതീക്ഷാപൂർണമായ, ധൈര്യമുള്ള ഒരു നിലയിലായിരിക്കുമ്പോഴാണ് ആ സന്തോഷം നമുക്ക് ദീർഘകാലം നിലനിൽക്കുന്നത്. സന്തോഷം ഒരു ലക്ഷ്യസ്ഥാനമല്ല, അത് ഒരു ജീവിത പാഠമാണ്. നാം പലരും തെറ്റായി വിശ്വസിക്കുന്നുണ്ട് സന്തോഷം ഒരു ഗോളാണെന്ന്. ജീവിതം വിജയിച്ചു കഴിഞ്ഞാൽ സന്തോഷമാകുമെന്ന്. എന്നാൽ ജീവിതം വിജയിക്കാൻ നമ്മൾ ആദ്യം സന്തോഷമായിരിക്കണമെന്നതാണ് സത്യം. അഭാവങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെ ശാന്തി നഷ്ടപ്പെടാതിരിക്കുക, അതാണ് യഥാർത്ഥ സന്തോഷം. സന്തോഷം മറ്റൊരാൾ തരുന്നതോ നമുക്ക് കിട്ടുന്നതോ അല്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഉരുവാകുന്നത്. കണ്ണീരിൻ്റെയും കനലിൻ്റെയും ഇടയിലൂടെ ആത്മവിശ്വാസത്തിൻ്റെയും ആത്മസ്നേഹത്തിൻ്റെയും വെളിച്ചത്തിലൂടെയാണ് അത് നമുക്ക് ലഭിക്കുന്നത്. ഓരോ ചിരിയുടെ പിന്നിലുമുണ്ട് ഒരു അപൂർവമായ ആത്മീയത. അത് മനസ്സിൻ്റെ എളിമയും ഉള്ളിലെ കൃതജ്ഞതയുമാണ്. ഇനി അത് എങ്ങനെ നേടിയെടുക്കാമെന്ന് ചിന്തിക്കാം. അതിനായി നമുക്ക് ഈ 5 വഴികൾ ഉപയോഗിക്കാം. സന്തോഷത്തിലേക്കുള്ള താക്കോലുകൾ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അതായത് ഗോൾഡൻ 5 ടൂൾസ് ടു ഹാപ്പിനെസ്. അതായത് ഒന്ന്, നമുക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നതിലൂടെ നമുക്കത് ലഭിക്കുന്നതാണ്. രണ്ടാമത്തത് കൃതജ്ഞത, അതായത് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയൽ. നമുക്കുള്ളതിനെല്ലാം നമ്മൾ നന്ദി പറയുക. അതിലൂടെ നമുക്ക് കിട്ടുന്ന ശാന്തിയും സമാധാനവും ഒന്ന് വേറെ തന്നെയാണ്. നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഉള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് എണ്ണിയാൽ തീരാത്ത അത്രയും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ചുള്ള സങ്കടങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതാണ്. മൂന്നാമത്തത് സ്വയം അഭിനന്ദിക്കുക. അതായത് നമ്മൾ നമ്മളെ തന്നെ സ്വയം അഭിനന്ദിക്കുക. മറ്റുള്ളവരുടെ അഭിനന്ദനത്തിന് വേണ്ടി കാത്തു നിൽക്കാതിരിക്കുക. നമ്മൾ ചെറിയൊരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തന്നെ നമ്മുടെ ഷോൾഡറിൽ തട്ടി ഒന്ന് അഭിനന്ദിക്കുക. ഐ ആം പ്രൗഡ് ഓഫ് യു എന്നല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കിയൊന്ന് നമ്മളെ സ്വയം നമ്മുടെ കണ്ണിൽ നോക്കിയൊന്ന് പറയുക. 4, ഇന്നിൽ ജീവിക്കുക. അതായത് ലിവ് അറ്റ് പ്രസൻറ്റ് മൊമെൻറ്റ്. ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കുക. അതായത് കഴിഞ്ഞ കാലത്തെയും വരാൻ പോകുന്ന ആകുല ചിന്തകളെയും വിട്ടുനിന്ന് ഇന്ന്, ഈ നിമിഷം, ഈ ഒരു ദിവസം നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് നമ്മൾ സന്തോഷമായിരിക്കാൻ ശ്രമിക്കുക. 5, സ്ഥിരീകരണങ്ങൾ, അതായത് അഫർമേഷൻസ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ, അഫർമേഷൻസ്, നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ എഴുതി വെച്ച് അത് നമ്മൾ വായിച്ച് മനസ്സിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അതൊരു ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റുക.
ഈ 5 കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെയും നമ്മുടെ മനസ്സിനുണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ്. കാരണം നമ്മൾ അസൂയ, കുശുമ്പ്, വൈരാഗ്യം, ദേഷ്യം അല്ലെങ്കിൽ പക ഇതെല്ലാമാണല്ലോ നമ്മൾ കൊണ്ട് നടക്കുന്നത്. ഇതിന് പകരം ഈ വക കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ പകർത്തി നോക്കിയാൽ അത് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് തന്നെ ഞാൻ കരുതുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.